ഗൈസ് കോഴിക്കോടിലേക്ക് നാട് വിടലായി. കോഴിക്കോട് ഡെയിലി വ്ലോഗ് ഡേ 1 വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ കോഴിക്കോടിലേക്ക് നാട് വിടലായി. അപ്പം പഠിക്കാൻ പോയാണ് 3 മാസത്തേക്ക്. അതിന്റെ മുന്നൊരുക്കലായി ഡ്രസ്സും ബാഗിൽ പാക്ക് ചെയ്യുന്നു. ഇതാണ് എന്റെ അനിയന്റെ സ്നേഹം. ഷോക്സ് ഉണങ്ങാത്തോണ്ട് ഹെയർ വെച്ചിട്ട് ഉണക്കി തരുന്നു. അങ്ങനെ ബാഗിൽ പാക്ക് ചെയ്ത് കസിന്റെ കൊടുത്തു. അവരെ കാറ് കോഴിക്കോടിലേക്ക് വരുന്നു. രാവിലെ 5 മണിയാകുമ്പോൾ തന്നെ റെഡിയായി ഒരു ബാഗിൽ പാക്ക് ചെയ്തു. ഉപ്പാക്കും ഉമ്മാക്കും അനിയനെല്ലാം കൈ കൊടുത്തതിന് പോകുമ്പോഴാണ് ചെറിയ വിഷമല്ലായത്. ആദ്യം ഇങ്ങനെ പോകുന്നതുകൊണ്ട് സങ്കടം വന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ കണ്ണൂരിലേക്ക് ബസ് കയറി. 7:10 ട്രെയിൻ വരുന്നത്. അപ്പോൾ ദിൽഷാദ് ഉണ്ട് ഒന്നിച്ച്. കോഴിക്കോട് ലാസ്റ്റ് നീയല്ല ഞാന്. നമ്മളെ നേരെ റൂമിലേക്ക് വിട്ടു. അപ്പൊ റൂം ചെറിയൊരു ഇടവയിലാണ് വരുന്നത്. അപ്പൊ റഫീൽ അവിടുന്ന് വെൽക്കം ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം വേറെ കോഴ്സിലാണ് വരുന്നത്. അതുകൊണ്ട് 10 മണിക്ക് 2 പേർക്ക് എത്തണം. അങ്ങനെ പെട്ടെന്ന് നേരെ ക്ലാസ്സിലേക്ക് വിട്ടു. എന്റെ അക്കാഡമി വരുന്നത് മാവൂർ ജംഗ്ഷനിലാണ്. ഞാൻ പഠിക്കുന്ന IPCS ഗ്ലോബലിലാണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അങ്ങനെ ബാഗും കിറ്റെങ്കിലും കിട്ടും. ഏകദേശം 100 സ്ലൈഡ് എടുത്ത് വായിക്കാൻ തന്നു. അങ്ങനെ വായിച്ച് കഴിഞ്ഞു. ഉച്ചയ്ക്ക് എല്ലാവരും ഒന്നിച്ച് വന്നിട്ട് ചോറ് കഴിച്ചിട്ട് പിന്നെയും പോയി പ്രോഗ്രാമിലും ചെയ്ത് ഒന്നും തിരിയാണ്ടായി. ലാസ്റ്റ് 4 മണി എല്ലാവരും ഒന്നിച്ചു വന്നു. അരവിന്ദും കൂടി ഉണ്ട്. നമ്മൾ ഒന്നിച്ച് അതിടയ്ക്ക് ദിൽഷാന്റെ ഫോൺ ജസ്റ്റ് നോക്കും. സ്ക്രീൻ ക്ലാസ് പറഞ്ഞ പോലെ ഉണ്ടായി. ജസ്റ്റ് പറിച്ച് പുറത്തേക്ക് വന്നു. തിരിച്ച് റൂമിലെടുത്ത് ബെഡ്ഷീറ്റും കാര്യങ്ങളിൽ പിരിച്ച് ഫുൾ റെഡിയാക്കി. അങ്ങനെ റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വൈകുന്നേരം അമ്മേനെ പുറത്തിറങ്ങി ഫുഡെല്ലാം കഴിക്കണം. ഞങ്ങൾക്ക് മാക്സ് കയറി ഡ്രസ്സെല്ലാം നോക്കി എന്നിട്ട് ഫുഡ് കഴിക്കാൻ കയറി ഫുഡെല്ലാം കഴിച്ചു. ബാങ്കിൽ കൊള്ളടിക്കലായോ? ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കോഴിക്കോട് ഡെയിലി വ്ളോഗ് ഇടാനുള്ള ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ ഡെയിലി ഇടാൻ നോക്കും മാക്സിമം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.